കൃഷിക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് കാട്ടുപന്നി. അപ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിൽ കുറച്ച് കാട്ടുപന്നികളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വിളിച്ചിട്ട് ഇന്ന് രാവിലെ പറഞ്ഞു കുറച്ച് കാട്ടുപന്നികളെ പിടിച്ചിട്ടുണ്ട്, രാവിലെ ഒന്ന് വരുമെന്ന് ചോദിച്ച്. അങ്ങനെ ഞങ്ങൾ അത് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സും മെമ്പർമാരെല്ലാം ചേർന്ന് അവരുടെ സാന്നിധ്യത്തിൽ ഇതിന് മറവ് ചെയ്യുന്ന രംഗമാണിത്. അലനല്ലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വാർഡുകളിലൊക്കെ കൃഷിനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന, കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 8 മണിക്ക് തുടങ്ങി വൈകിട്ട് പുലർച്ചെ 5 മണി വരെ ഫോറസ്റ്റ് ലൈസൻസുള്ള ഷൂട്ടർമാരെ ഉപയോഗിച്ച് മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും അതേപോലെ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടു കൂടി പന്നികളെ വെടിവെച്ച് കൊല്ലാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു മലയോര മേഖലയല്ല, പ്രത്യേകിച്ചും ഈ എടത്തനാട്ടുകര പ്രദേശത്തും അതല്ലാതെ മറ്റ് ടൗണുകളിലൊക്കെ ഇന്ന് കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭരണസമിതി അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇപ്പോൾ ഏതാണ്ട് 10ഓളം കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ അധീനത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റ് പഞ്ചായത്ത് അധികൃതരുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് അത് മറവ് ചെയ്യുകയുണ്ടായി. ശാസ്ത്രീയമായ രീതിയിൽ മറവ് ചെയ്തിട്ടുണ്ട്. തുടർന്നും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശല്യമുള്ള പ്രദേശങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെയുള്ള കാട്ടുപന്നികളെ വെടിവെച്ച് വന്ന് കൃഷിക്കാർക്ക് അവരുടെ കൃഷിയിടം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന്, പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് സന്ദർഭത്തിൽ പറയാനുള്ളത്.